Next question, we have to find the greatest common divisor of 4076, 4076, 1024, 4076, 1024. ഞാൻ വീണ്ടും ആ പ്രോസസ്സ് പറയാം. നമ്മളിവിടെ വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഞാൻ സൈഡിൽ 4076നെ 1024 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1024 എന്താണ് മൂന്ന് തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് 3072 എന്ന് കിട്ടും. 3072 എന്ന് കിട്ടും. 72 മൂന്ന് തവണയാണ്, മൂന്ന് തവണ. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പം 4001 1004. അതായത് 4076 is equal to 3 into 1024 plus 1004 കിട്ടി. ഇപ്പോൾ നമ്മളിവിടെ ഡിവൈഡ് ചെയ്തത് 1024 കൊണ്ടാണ്. 1024 നമ്മുടെ റിമൈൻഡർ 1004 ആണ്. 1004 ആണ്. ഇനി നമുക്കിവിടെ എന്താണ് ഡിവൈഡ് ചെയ്ത ആളെ നേരത്തെ ഡിവൈഡ് ചെയ്ത ആളെ അപ്പോൾ റിമൈൻഡർ ആയിട്ട് കിട്ടിയ ആൾ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1024നെ 1004 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1004 ഒറ്റ തവണ ഡിവൈഡഡ് ബൈ 20 മീൻസ് റിമൈൻഡർ 20. അതായത് ദിസ് ഇസ് ഈക്വൽ ടു 1 into 1004 പ്ലസ് റിമൈൻഡർ 20. അടുത്ത ഡിവൈഡ് ചെയ്തത് 1004 ആണ്, റിമൈൻഡർ 20 ആണ്. അടുത്ത 1004നെ 20 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. 20 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1004 ഡിവൈഡഡ് ബൈ 20 is equal to 100. 5 times ഡിവൈഡഡ് ബൈ താഴെ 4 ആണ് വരുന്നത്. സോ ദിസ് വിൽ ബി 50, വേറെ നമ്പർ ഒന്നുമില്ല. 50 റിമൈൻഡർ 4 ഇവിടെ 0 കൊടുക്കാം. Therefore this will be 50 into 20 plus remainder 4. ഡിവൈഡ് ചെയ്തത് 20 വെച്ചിട്ടാണ്, റിമൈൻഡർ 4 ആണ്. അപ്പോൾ 20നെ ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 into 4 പ്ലസ് റിമൈൻഡർ 0. കാര്യം കഴിഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയ റിമൈൻഡറിന്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ നോൺ സീറോ റിമൈൻഡർ എന്താണോ അതാണ് GCD. ഏറ്റവും അവസാനത്തെ നോൺ സീറോ റിമൈൻഡർ എന്താണോ അതാണ് GCD. അതായത് 4076, 1024ന്റെ GCD എന്ന് പറയുന്നത് 4 ആണ്. 4076, 1024ന്റെ GCD എന്ന് പറയുന്നത് 4 ആണ്. കഴിഞ്ഞു. എഗെയിൻ നമുക്ക് ഇനിയും പ്രോബ്ലം ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. നെക്സ്റ്റ് പ്രോബ്ലം, GCD of 1976, 1776. 1976നെ 1776 ആയിട്ടുള്ള GCD കണ്ടുപിടിക്കണം. വലിയ നമ്പർ 1976 ആണ്. അയാളെ 1776 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒറ്റ തവണ 1776 ഒറ്റ തവണ മൈനസ് ചെയ്യുമ്പോൾ 002 200. അതായത് 1976 is equal to 1 into 1776 plus 200. ഇനി അടുത്ത 1776നെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1776 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1600 8 തവണ, ബാക്കി 176 176. Therefore 1776 is equal to 8 into 200 plus 176. നമ്മുടെ കോഷ്യന്റ്, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്തത് 20 വെച്ചും നമ്മുടെ റിമൈൻഡർ 176 ആണ്. അതായത് അടുത്ത 200നെ 176 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി. 176 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി. സോ 200
176 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒറ്റ തവണ 176 ബാക്കി 24. Therefore 1 into 176 plus 24. ഡിവൈഡ് 176 വെച്ചിട്ടാണ്, റിമൈൻഡർ 24 അടുത്ത 176നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 120, 144, 168, 168, 7 തവണ 120, 24 into 5 120, 24 into 7 144, അടുത്ത വീണ്ടും ഇത് ചെയ്യുമ്പോൾ 168, ബാക്കി കിട്ടുന്നത് 12 അല്ല സോറി 12 അല്ല, 16 minus 8 is 8 കഴിഞ്ഞു. 8 ആണ് ബാക്കി. 16 minus 8 is 8. ഇനി അപ്പോ അടുത്ത എന്താണ് 176നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 7 ആണ്. 7 into 24 പ്ലസ് റിമൈൻഡർ 8. ഇനി അടുത്ത ഡിവൈഡ് ചെയ്ത് 24 ആണ്. അടുത്ത് ഇനി 8 ആണ് റിമൈൻഡർ. 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓബിയസ്ലി 3 into 8 പ്ലസ് 0. ഇത് പ്രോസസ് ഇവിടെ നിർത്താം. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും അവസാനത്തെ നോൺ സീറോ റിമൈൻഡർ അതാണ് നിങ്ങളുടെ GCD. അതായത് 1976,1776ന്റെ GCD എന്ന് പറയുന്നത് 8 ആണ്. 8 ആണ് കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഏത് വലിയ നമ്പറിന്റെ GCD വേണോ കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് അറിയേണ്ടത് ഒരേ ഒരു പ്രോസസ്സാണ്, ഒരു 2 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ അറിയും. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇതിന്റെ എന്താണ് ഒരു GCD കണ്ടുപിടിക്കാൻ പറ്റും. GCD കണ്ടുപിടിക്കാൻ ഇങ്ങനെ കഴിയും. And this particular process of finding GCD is called the Euclidean algorithm. Euclidean algorithm. The Euclidean, the Euclidean algorithm. This particular method of finding the GCD, the GCD is called the Euclidean algorithm. Euclidean algorithm. Euclidean algorithm എന്നാണ് ഈ ഒരു particular പ്രോസസ്സിന്റെ പേര്. The particular process of finding the GCD is called a Euclidean algorithm. ഇത് വലിയ നമ്പറിന് മാത്രമല്ല ചെറിയ നമ്പറിനും ഒക്കെ വർക്ക് ആവും. പക്ഷെ നെഗറ്റീവ് എടുക്കരുത്. 2 നമ്പറും പോസിറ്റീവ് ആയിരിക്കണമെന്നേ ഉള്ളൂ. നെഗറ്റീവിന് എക്സ്റ്റെൻഡ് ആവും, പക്ഷെ വേണ്ട, നമുക്കിത് മാത്രം പറഞ്ഞാൽ മതി. യൂക്ലിഡിയൻ ആൽഗരിതം ടൺ. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ പ്രോസസ് അല്ലെങ്കിൽ ഈ ഒരു ആൽഗരിതം നിങ്ങൾക്ക് എഴുതി തരാനാണ് പോകുന്നത്. മീൻസ് ഞാൻ ഈ ഒരു ആൽഗരിതം എഴുതി തരുമ്പോൾ നാളെ നിങ്ങൾക്ക് ഇത് വെച്ചൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഉണ്ടാക്കേണ്ടി വരാം. അതുകൊണ്ടാണ് ഞാൻ ഈ ആൽഗരിതം എഴുതി തരാൻ പോകുന്നത്. നിങ്ങളോട് ചോദിക്കാം, യൂക്ലിഡിയൻ ആൽഗരിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ദ യൂക്ലിഡിയൻ ആൽഗരിതം, എക്സ്പ്ലെയിൻ ദ യൂക്ലിഡിയൻ ആൽഗരിതം ചോദിക്കാം. എന്താണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി അല്ല എങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന്റെ കൂട്ടത്തിൽ യൂക്ലിഡിയൻ ആൽഗരിതത്തിന്റെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ ഉണ്ടാകാം. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലെറ്റ് സ്മോൾ എ ആൻഡ് ബി be any two positive integers. Any two positive integers. എയും ബിയും ഏതെങ്കിലും 2 പോസിറ്റീവ് ഇന്റിജേഴ്സ് ആയിക്കോട്ടെ, വിത്ത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. ഒരാൾ മറ്റേയാളെക്കാൾ വലുതാകണം എന്നാണല്ലോ. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്ന് എടുക്കുന്നു. ഇഫ് എ ഈക്വൽ ടു ബി, then GCD of AB equal to A. അതായത് നിങ്ങൾ എടുക്കുന്ന 2 നമ്പർ ഈക്വൽ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ആ നമ്പർ തന്നെയാണ് അതിന്റെ GCD. 3യുടെയും 3യുടെയും GCD 3 ആണ്. 5ന്റെയും 5ന്റെയും GCD 5 ആണ്. 10ന്റെയും 10ന്റെയും GCD 10 ആണ്. അതുകൊണ്ട് എയും ബി ഈക്വൽ ആണെങ്കിൽ എ ബിയുടെ GCD A തന്നെയാണ്. കാര്യം കഴിഞ്ഞു. എയും ബി ഈക്വൽ ആണെങ്കിൽ യൂക്ലിഡിയൻ അൽഗോരിതത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല.
ഇഫ് എ ഗ്രേറ്റർ ദാൻ, അങ്ങനെയല്ല, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, എ ബിയേക്കാൾ വലുതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡിവിഷന്റെ ഒരു പ്രോസസ്സ് തുടങ്ങണം. അതിനു മുമ്പേ ലെറ്റ് ആർ നോട്ട് ഈക്വൽ ടു ബി, ആർ നോട്ട് ഈക്വൽ ടു ബി, എന്നിട്ട് ഡിവിഷന്റെ പ്രോസസ്സ് തുടങ്ങാം. അതായത് അവിടെ എഴുതുന്നു ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ്, ബൈ സക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് ഡിവിഷൻ അൽഗോരിതം, ബൈ സക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് division algorithm, ബൈ സക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് ഡിവിഷൻ അൽഗോരിതം നമുക്ക് താഴെ പറയുന്നത് കിട്ടും. ആദ്യം എനെ അതിനേക്കാൾ ചെറിയ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു കോഷ്യന്റ് കിട്ടും, ആർ നോട്ട് പ്ലസ് റിമൈൻഡർ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നോക്കണം, ആർ നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ബി ആയിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. ആർ നോട്ട് എന്ന് പറഞ്ഞാൽ ബി ആയിട്ട് എടുക്കുകയാണ്. അതായത് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ് ആണ് ക്യൂ നോട്ട്, റിമൈൻഡർ ആണ് ആർ1. വേറെ R1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിമൈൻഡർ നിങ്ങളുടെ ഡിവൈസറിനേക്കാൾ ചെറുതായിരിക്കും. റിമൈൻഡർ 0യേക്കാൾ വലുതോ ഈക്വലോ, അതേസമയം നിങ്ങളുടെ ഡിവൈസറിനേക്കാൾ ചെറുതായിരിക്കും. അടുത്ത് നിങ്ങളുടെ ഡിവൈസറിനെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കോഷ്യന്റ് കിട്ടും, അത് Q1 പ്ലസ് R2. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R2 ലെസ് ദാൻ R1. അടുത്ത R1നെ R2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കോഷ്യന്റ് കിട്ടും, റിമൈൻഡർ കിട്ടും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അതായത് ഡിവിഷന്റെ പരിപാടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പം ഏറ്റവും അവസാനം നിങ്ങൾക്ക്, അവസാനത്തിന് തൊട്ട് മുമ്പത്തെ 2 സ്റ്റെപ്പ് ഞാൻ എഴുതാം. ഏറ്റവും അവസാനം നിങ്ങൾക്ക് Rn-1നെ Rn കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ 0 കിട്ടും. അതിന് മുൻപത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് Rn-2നെ നിങ്ങൾ Rn-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഷ്യന്റ് Qn-1ഉം റിമൈൻഡർ Rn കിട്ടും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Rn ലെസ് ദാൻ Rn-1. ഇങ്ങനെ ഇവഞ്ച്വലി ഇത് സ്റ്റോപ്പ് ആവും. ഇങ്ങനെ ഇവഞ്ച്വലി സ്റ്റോപ്പ് ആവുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തിന് തൊട്ട് മുമ്പേ കിട്ടിയ റിമൈൻഡർ ഉണ്ടല്ലോ, Rn, GCD ഓഫ് AB എന്ന് പറയുന്നത് Rn ആയിരിക്കും. കിട്ടിയ Rn ആയിരിക്കും. And this is your Euclidean algorithm. അതായത് ഞാൻ ഇത്രയും നേരം പ്രോബ്ലം കൊണ്ട് സോൾവ് ചെയ്ത് കാണിച്ചു തന്ന ഒരാളെ ഞാൻ ജസ്റ്റ് ഒരു തിയറി ബേസിൽ എഴുതിയെന്നേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. ദിസ് ഇസ് യുവർ യൂക്ലിഡിയൻ അൽഗോരിതം. ഇതാണ് യൂക്ലിഡിയൻ അൽഗോരിതം, അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങളുടെ മെയിൻ ടാസ്ക്, അതായത് നിങ്ങൾക്കിപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതല്ല, നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിങ്ങിൽ യൂക്ലിഡിയൻ അൽഗോരിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഉണ്ടാക്കാൻ അറിയണം. അതുകൊണ്ട് നിങ്ങളുടെ അൽഗോരിതം ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് അത് സോൾവ് ചെയ്ത് കാണിച്ചു തന്നതാണ് ആദ്യം ചെയ്തത്. എക്സാമ്പിൾ വെച്ച് സോൾവ് ചെയ്ത് GCD നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചു തന്നു. അതിനുശേഷം ഞാൻ ചെയ്തത് എന്താണ്, നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെ ഇൻവേർട്സ് എഴുതി തന്നു. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇൻവേർട്സിൽ എഴുതേണ്ടി വരും. ഡൺ. യൂക്ലിഡിയൻ അൽഗോരിതം കഴിഞ്ഞു. ശരി, ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു യൂക്ലിഡിയൻ അൽഗോരിതമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2076ന്റെയും 1776ന്റെയും GCD കണ്ടുപിടിച്ചിരുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചതാണ്. അത് 12 ആണ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വെച്ചിട്ട് ഞാനൊരു കാര്യം ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാം, അവിടെ ഡിവിഷൻ അൽഗോരിതങ്ങളെല്ലാം എഴുതിയിരുന്നു. 2076 × 1 × 1776
1 into 1776 plus 300. അടുത്ത 1776നെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 into 300 plus 276. അടുത്ത 300നെ 276 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 into 276 റിമൈൻഡർ 74 അല്ല 24. ഇപ്പൊ കിട്ടിയ 276നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 into 24 plus 12. And finally, you will be getting 24 equal to 2 into 24 plus 0. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിരുന്നു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകും. അതിന്റെ ഞാൻ എടുത്തു 12 എന്ത് GCD. 12 GCD. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ റിവേഴ്സ് പോവുകയാണ്. റിവേഴ്സ് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ വേറൊരു വലിയ പ്രോസസ്സ്, അതായത് യൂക്ലിഡിയൻ അൽഗോരിതമായിട്ട് ചേർന്നിട്ട് വേറൊരു പ്രോസസ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് GCD എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ആണ്. ലീനിയർ കോമ്പിനേഷൻ ഓഫ് A and B. എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആണ് അതിന്റെ GCD എന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞു, വെറുതെ ഞാൻ ഇങ്ങനെ ഒരു രണ്ട് നമ്പേഴ്സ് എല്ലാം വെറുതെ ഇങ്ങനെ ശൂന്യാകാശത്തിൽ നിന്ന് എടുത്ത് എഴുതുന്ന ഒരു പരിപാടിയാണ് ഞാൻ അവിടെ ചെയ്തത്. വെറുതെ രണ്ട് നമ്പർ എനിക്ക് തോന്നുന്ന രീതിയിൽ എടുത്ത് എഴുതിയാണ് ചെയ്തത്. ഓക്കെ, പക്ഷെ ആ തോന്നൽ അങ്ങനെയല്ല. കൃത്യമായി രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള സിസ്റ്റമാറ്റിക് ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. ഞാൻ ആ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് യൂക്ലിഡിയൻ അൽഗോരിതമാണ്. അപ്പൊ യൂക്ലിഡിയൻ അൽഗോരിതം കൊണ്ട് GCD കണ്ടുപിടിക്കാമെന്ന് മാത്രമല്ല, ആ GCDയെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടെ ഉണ്ട്. ഇത് ഒരു രണ്ടും കൂടെ ചേർന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് യൂസിങ് യൂക്ലിഡിയൻ അൽഗോരിതം ഫൈൻഡ് ദ GCD ആൻഡ് ഹെൻസ് റൈറ്റ് ഇറ്റ് ആസ് ദ ലീനിയർ കോമ്പിനേഷൻ എന്നും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ 12 കിട്ടിയ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പില് 12നെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ബാക്കി രണ്ടുപേരെയും മറ്റു സൈഡിലേക്ക് കൊണ്ടുപോകും. 276 മൈനസ് 11 into 24. 12നെ ഇവിടെ നിർത്തിയിട്ട് ഇയാൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. 276 മൈനസ് 11 into 24. ഡൺ. ഇനി തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിലേക്ക് പോവുക. അവിടെ നിന്ന് 24 എന്ന് പറയുന്നത് ഈക്വൽ ടു 300 മൈനസ് 1 into 276. നിങ്ങൾ നോക്കണം, നമുക്ക് റിമൈൻഡറിലാണ് കേട്ടോ കോൺസെൻട്രേഷൻ. റിമൈൻഡറിനെ സെപ്പറേറ്റ് ചെയ്തതാണ്. റിമൈൻഡറിലാണ് നമുക്ക് താല്പര്യം. അപ്പോ ഇതാണ് ഞാൻ ഈ ഒരു പാർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് ഇവിടത്തെ 24ന് പകരം റീപ്ലേസ് ചെയ്യുക. 300 മൈനസ് 1 into 276. 300 മൈനസ് 1 into 276. ഞാൻ ഇയാളെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. 276 മൈനസ് 11 into 300. മൈനസിനകത്തേക്ക് എടുക്കുമ്പോൾ മൈനസും കൂടെ പ്ലസ് ആകും. 11 into 1 into 276. Therefore, this is equal to 276 minus 11 into 30 plus 11 into 1, 11 തന്നെ, 11 into 276. 276 plus 11 into 276, that is equal to 12 into 276. അതായത് ഇവിടെ 276 ഒരു തവണ, ഇവിടെ 11 തവണ, അങ്ങനെ മൊത്തത്തിൽ 12 തവണ. ഇവിടെ ഒരു തവണ 276, ഇവിടെ 11 തവണ 276, അപ്പൊ മൊത്തത്തിൽ 12 തവണ 276 into minus 11 into 30. നിങ്ങൾ ഇവിടെ നോക്കുക, ഞാൻ ഇവിടെ മൊത്തത്തിൽ ആരെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. 1 into 11 ഞാൻ ചെയ്തു, പക്ഷെ ഞാൻ 11 into 276 ചെയ്തില്ല, അല്ലെങ്കിൽ 11 into 30 ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളത് ശ്രദ്ധിക്കുക. ഞാൻ മൊത്തത്തിൽ കാടടച്ച് വെടിവെക്കലല്ല ചെയ്യുന്നത്. അതായത് മൊത്തത്തിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല ഞാൻ നടത്തുന്നത്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പിലേക്ക് പോകും.
അവിടെ റിമൈൻഡറിനെ സെപ്പറേറ്റ് ചെയ്യും. 276 is equal to 1776 minus 5 into 300. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇവിടെ കൊടുക്കും. 276 പകരം 12 into 1776 minus 5 into 300 minus 11 into 30. നോക്കുക, 12 into 1776, 12 into 1776. അടുത്ത 12 into minus 5 into 30, 12 into minus 5 minus 60 ആണ്. 60 into 300. സോറി, ഇത് 11 into 300 ആണ്, തെറ്റിപ്പോയത് കേട്ടോ. 300 ആണ്. 300. 60 into 300 minus 11 into 300. 300ന്റെ എവര് രണ്ടുപേരും ചേർന്ന് വരും 12 into 1776 minus 60 minus 11 is minus 71 into 300 into 300. Now ഇവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് സ്കിപ്പ് ചെയ്യും. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതായത് 300നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 300 equal to 2076 minus 1 into 1776. 1776. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോ 12 equal to 12 into 12 into 2076 minus 1. Sorry, 300. 12 into 1776 minus 71 into 300ന് പകരമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. 2076 minus 1 into 1776. Therefore, this will be 12 into 1776 minus 71 into 2076 minus 71 minus 1 plus 71 into 1776. ഇത് രണ്ടും കൂടെ ചേരുന്നു. Therefore, 83 into 1776 minus 71 into 2076. അതായത് നമ്മുടെ ലീനിയർ കോമ്പിനേഷൻ നമുക്ക് കിട്ടി 12 equal to 83 into 1776 plus minus 71 into 2076. ഇതാണ് നമ്മുടെ ലീനിയർ കോമ്പിനേഷൻ. കഴിഞ്ഞു. അതായത് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് എന്താണ്? വെറുതെ GCD കണ്ടുപിടിക്കാൻ മാത്രമായിരിക്കില്ല. GCD കണ്ടുപിടിച്ച് യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിച്ച് GCD കണ്ടുപിടിച്ച് അയാളെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് കൂടെ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതാണ് ആ പ്രൊസീജിയർ. നിങ്ങൾ മനസ്സിലാക്കുക ഞാനിവിടെ ചെയ്ത സ്റ്റെപ്പ് എന്താണ്. GCD കിട്ടിയ സ്റ്റെപ്പിൽ നിന്ന് ആ GCD സെപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് റിമൈൻഡറിനെ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് അതിന് തൊട്ടു മുമ്പത്തുള്ള റിമൈൻഡറിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ 24 നേരത്തെ എഴുതിയ ഇക്വേഷനിൽ കാണും, അല്ലെങ്കിൽ ആ ഒരു റിമൈൻഡർ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ കാണും. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കൺട്രോൾഡ് ആയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മൊത്തത്തിൽ കയറി നിങ്ങൾ മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ ഗുണവും ഇല്ലാതായി മാറും. നിങ്ങൾ വേണമെങ്കിൽ ഇവരെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി നോക്കുക. ഈ സൈഡ് 12 കിട്ടും, വീണ്ടും 12 കിട്ടും. 12 equal to 12 എന്ന് എഴുതിയിട്ട് നമുക്ക് ഗുണമൊന്നുമില്ല. നമുക്ക് GCDയെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് തന്നെ എഴുതണം. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ട് മുന്നോട്ട് പോവുക. കൺട്രോൾഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ഞാൻ ഇവിടെ നടത്തിയത്. എന്നിട്ട് ടേംസിനെ എല്ലാം ചേർത്ത് കൊണ്ടുപോയി വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാകത്തിന് കൊണ്ടുവന്നതാണ്. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ കൂടുതൽ പ്രോബ്ലം ചെയ്താൽ മാത്രം മതി. നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നതോടുകൂടി ഈ ഒരു കാര്യം മനസ്സിലാവുന്നതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഡൺ. വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. സേ 3076 GCD of 3076, 1776. 3076, 1776.
അപ്പൊ നമ്മൾ ആദ്യം 3076നെ 1776 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ 1776 തന്നെ ഒറ്റ തവണ 0 0 3 1 1300 ആണ് കിട്ടുന്നത്. അതായത് 3076 is equal to 1 into 1776 plus 1300. ഇപ്പോ ഡിവൈസറിനെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1776നെ 300 കൊണ്ട് 1300 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒറ്റ തവണ 1300 ഡിവൈഡഡ് ബൈ റിമൈൻഡർ 6 7 4 476. അതായത് 1 into 1300 പ്ലസ് 476. ഇനി ഈ കിട്ടിയ ഇവിടെ ഡിവൈസർ ആയിട്ട് കിട്ടിയ 1300യെ 476 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 1300 ഡിവൈഡഡ് ബൈ 476. 800 വരെയൊക്കെ പോകത്തുള്ളൂ. അപ്പൊ രണ്ട് തവണ. അതായത് 476നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 476നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 15 9 952. റിമൈൻഡർ 8 4 3 348. അതായത് 2 into 476 പ്ലസ് 348. അടുത്ത 476നെ 348 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 476 ഡിവൈഡഡ് ബൈ 348. ഒറ്റ തവണ 348. 8 6ൽ നിന്ന് 4 പോയാൽ 2, 6ൽ നിന്ന് 4 പോയാൽ 2, 128. അതായത് 1 into 348 plus 128. Now 348 divided by 128. 348 divided by 128. 128 ഉറപ്പായിട്ട് ഒരു 2 തവണ വരാം. 128 into 2. 128 into 2 6 5 2 256. 2 തവണ. റിമൈൻഡർ ആയിട്ട് വരുന്നത് 8 - 6 2 9 92. അതായത് 348നെ നമ്മൾ 128 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 into 128 പ്ലസ് 92. ഇനി അടുത്ത് നമുക്ക് 128നെ 92 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 128നെ 92 ഒറ്റ തവണ. ബാക്കി 28 36 കിട്ടും. ഓക്കെ, അപ്പോ 128 is equal to 1 into 92 പ്ലസ് 36. ഇനി 92നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 72 2 തവണ 20 കിട്ടും. 72 2 തവണ 20 കിട്ടും. അതായത് നമ്മുടെ 92 ഈക്വൽ ടു 2 into 36 പ്ലസ് 20. ഇനി 36നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 into 20 പ്ലസ് 16. ഇനി 20യെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 into 16 പ്ലസ് 4. ആൻഡ് ഫൈനലി 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 into 4 പ്ലസ് 0. ദ പ്രോസസ് കംപ്ലീറ്റ്. ഏറ്റവും അവസാനം കിട്ടിയ നോൺ സീറോ റിമൈൻഡർ 4, അതാണ് നിങ്ങളുടെ GCD. ഈ പുള്ളിക്കാരന്റെ GCD 4 ആണ്. ഇനിയാണ് പ്രോസസ്. ഈ പ്രോസസ് ഇച്ചിരി ടഫാണ്. അതായത് തിരിച്ചു പോക്ക് ഇത്തിരി ടഫാണ്. കാരണം ഏകദേശം 4 6 6 8 9 സ്റ്റെപ്പുകളുണ്ട്.
9 സ്റ്റെപ്പുകൾ നിങ്ങൾ വീണ്ടും റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 9 സ്റ്റെപ്പുകൾ വീണ്ടും റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിലെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് 15 മാർക്കിന് പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്കിന് പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് തെറ്റുമെന്ന് അവർക്കറിയാം. അപ്പോ ഇതിന്റെ GCD എന്ന് പറയുന്നത് എന്തായാലും കണ്ടുപിടിച്ചു. അത് 4 ആണ്. ഡൺ. പ്രോസസ് ഓവർ. ഇനി അടുത്ത റീസബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഞാൻ പറഞ്ഞു എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ തുടങ്ങേണ്ടത് അവസാനം GCD കിട്ടിയ ആ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങണം. 4 is equal to 20 minus 1 into 60. അവിടെ നിന്ന് അടുത്ത 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 20 minus 1 into 16 പകരം 36 minus 1 into 20. Therefore, that is equal to 20 minus 36 plus 1 into 20. 20 1 into 20 2 into 20 minus 36. അടുത്ത സ്റ്റെപ്പ് 20ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് വിൽ ബി 2 into 20 എന്ന് പറയുമ്പോൾ 92 minus 2 into 36 minus 36. That is equal to 2 into 92 minus 2 into minus 2 minus 4 into 36 minus 36. That will be 2 into 92 minus 5 into 36. Minus 5 into 36. Next, അടുത്ത 36ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 into 92 minus 5 into 36ന് പകരം 128 minus 1 into 92. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 92 മൈനസ് പ്ലസ് ആണ്. 5 into 92 that is 7 into 92 minus 5 into 128. 5 into 128. ഇനി അടുത്ത ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 92ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 7 into 348 minus 2 into 128 minus 5 into 128. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 7 into 348 7 into minus 2 minus 14 ആണ്. minus 14 minus 5 minus 19 ആണ്. minus 19 into 128. minus 19 into 128. ഇനി അടുത്ത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 128-നാണ്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ അവസാനം സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി അത് എത്തിക്കുക. ഓക്കെ. അപ്പോൾ സമയം കഴിയാറായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഇത് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ശരി.